അപ്പൊ അതുപോലെ തന്നെ അലൻ ചേരന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാ ഇതിന് മുൻപ് നമ്മൾ മികച്ച പെർഫോമൻസ് ഒക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് അലൻ ചേരന്റെ. അപ്പൊ ഇതിലോട്ട് വരുമ്പോ എങ്ങനെയാണ് ക്യാരക്ടർ ഒക്കെ വരുന്നത്? മറന്നുപോയി. സത്യം എനിക്കറിയില്ല. സിനിമ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ, അല്ലെങ്കിൽ ബൈജുവിനോട് ചോദിക്കും. ഞാനാണോ കൂടോത്രം ചെയ്തത്, അതേമാണോ കൂടോത്രം ചെയ്തത്? ലൂയിസ് എങ്കിൾ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ് ചേട്ടൻ. ഇവരൊക്കെ പറയും, നിങ്ങൾ പറയും എന്താണ്. അല്ല, അലൻ ചേരന്റെ ഓരോ ക്യാരക്ടർ ഇപ്പൊ അപ്പൻ സിനിമയൊക്കെ എടുത്തു നോക്കിയാൽ മതി, നമ്മളൊരു ഡിഫറെന്റ് ക്യാരക്ടർ എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അലൻ ചേരട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനിമയിലും അത് ഡിഫറെന്റ് തന്നെ ആയിരിക്കില്ലേ നമുക്ക്? തീർച്ചയായിട്ടും അങ്ങനെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു നടന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. അത് എനിക്ക് സിനിമയിൽ ബൈജു തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അടൂർ സാറിന്റെ മൂവിയൊക്കെ എങ്ങനെ പോകുന്നു? ലൊക്കേഷൻ നന്നായി നീങ്ങുന്നുണ്ട്, അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കൂടോത്രത്തിലോട്ട് വരാം അല്ലെ. അതുപോലെ റേച്ചൽ ഇതിനു മുൻപ് കാവൽ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ കൂടുതലും കന്നഡ സിനിമയിലാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ സിനിമയിൽ വരുന്ന സമയത്തെ അപ്പൊ എങ്ങനെയാ വരുന്നത് ഇതിന്റെ ക്യാരക്ടറൊക്കെ? ആക്ച്വലി എനിക്ക് കോൾ ബൈജു സാറിനാ വന്നേ. അപ്പൊ ഞാൻ പുറത്തായിരുന്നു. സോ മൊത്തം നെറേഷൻ ആക്ച്വലി എയർപോർട്ടിൽ ഫോണിലായിരുന്നു എനിക്ക് നെറേഷൻ സാർ തന്നെ. അന്ന് ഡേറ്റിന്റെ പ്രശ്നമായിരുന്നു. സോ ഇറ്റ് വാസ് ആക്ച്വലി 50-50. അപ്പൊ പിന്നെ അല്ലേ സാർ, അങ്ങനെ പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, ആക്ച്വലി സാർ എനിക്ക് തോന്നുന്നത് എന്റെ വേറെ കന്നഡ പടം അതേ സമയത്ത് പ്രൊമോഷൻസ് നടക്കുമായിരുന്നു. സോ എനിക്ക് ഞാൻ സാറിനോട് പറഞ്ഞു അത് ബുദ്ധിമുട്ടായിരിക്കും, സോ ഡേറ്റ് ക്ലാഷ് ആവും. സോ എന്തോ എന്റെ ഉള്ളില് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം, കാവൽ കഴിഞ്ഞിട്ട് 4 വർഷം ശേഷമാണ് എനിക്ക് ആക്ച്വലി ഈ കൂടോത്ര സിനിമ വന്നേ. സോ എനിക്ക് ഈ നോ പറയാൻ ഭയങ്കര പാടായിരുന്നു. സോ ഞാൻ തിരിച്ച് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഡേറ്റ്സ് എങ്ങനെയെങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം, എനിക്ക് ഈ പടം ചെയ്യുന്നു. സോ അങ്ങനെ പിന്നെ സാർ നറേഷനൊക്കെ തന്നു. പിന്നെ എൻ്റെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ കൂടോത്രം വരുന്നത്. 2025 31st നൈറ്റിനാണ് ആക്ച്വലി ഈ കഥയൊക്കെ കേട്ടെ. ഫസ്റ്റിന് എല്ലാം സെറ്റായി. January 4th എന്റെ ബർത്ത്ഡേ ദിവസമാണ് ഞാൻ ആദ്യം സെറ്റ് ജോയിൻ ചെയ്തത്. സോ ഇറ്റ് വാസ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് ഡെസ്റ്റിനി എന്ന് പറയാം. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫോർ മീ. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. സോ ഡിനോയാണ് എൻ്റെ പേരായിട്ട് വരുന്നത് ഈ പടത്തില്. സോ ആദ്യത്തെ സോങ് ഷൂട്ട് ആയിരുന്നു. നമ്മുടെ പടം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഗോപി സുന്ദർ സാറാണ് നമ്മുടെ സോങ് ഒക്കെ കമ്പോസ് ചെയ്തത്. സോ ഇറ്റ് വാസ് റിയലി നൈസ് എക്സ്പീരിയൻസ്. ഭയങ്കര ടഫ് ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ. സാർ പറഞ്ഞ പോലെ ആ ചൂടത്ത് ഈ മഴയുടെ മേലെ ഷൂട്ട് ചെയ്യുന്ന ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ എനിബഡി. യുനോ അറ്റ്ലീസ്റ്റ് നമുക്ക് ആക്ടേഴ്സ്, നമുക്ക് അസിസ്റ്റന്റ് ഉണ്ട്, കൊടയുണ്ട്, we have it a lot more easier. പക്ഷേ ഈ ടെക്നീഷ്യൻസ് ഈ ക്യാമറ ഒക്കെ വെച്ച് യുനോ ഷൂട്ടിംഗ് ദിസ് വാസ് നോട്ട് ഈസി. പക്ഷെ ഐ തിങ്ക് സാർ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് കം ഔട്ട് വെരി വെൽ. ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ടില്ല, ബിക്കോസ് ഞാൻ ഡബ് ചെയ്തിട്ടില്ല പടത്ത് ഫോർ ദ ഫിലിം. സോ ആ ഒരു വിശ്വാസത്തിൽ മോർ ദൻ ട്രസ്റ്റ്, എനിക്ക് തോന്നുന്നു ആ എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി അലൻസിയർ സാർ പറഞ്ഞ പോലെ എനിക്കും മറന്നു. ശരിക്കും ഞാനും മറന്നു ഞാൻ എന്താ ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാല് ശരിക്കും ഞാൻ എല്ലാം സാറിനോട്ടായിട്ട് ഡയറക്ട് ചെയ്യുന്നത്. ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഡയറക്ടർ പറഞ്ഞു എല്ലാം പറയാം എന്നുള്ള രീതിയിലായിരിക്കില്ല. അപ്പൊ ഈ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെപ്പോഴും ഇപ്പൊ ഈ ഇരിക്കുന്ന ഒരു ലുക്കിലായിരിക്കില്ലല്ലോ എന്തായാലും വരുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റർ ചെയ്തപ്പോൾ ആരും റെക്കഗ്നൈസ് ചെയ്തില്ല. സോ ഐ സെഡ് ഹായ്, എല്ലാരും ലൈക്ക് ഹായ്, പക്ഷെ ആരാണ് ഈ കുട്ടി? ഐ സെഡ് ഞാനാണ് റേച്ചൽ. ഓ ഈ ഗെറ്റപ്പ് ഒക്കെ മാറിയല്ലോ. സി ഐ തിങ്ക് ദ ക്രെഡിറ്റ് ഡെഫിനറ്റ്ലി ഗോസ് ടു നമ്മുടെ കോസ്റ്റ്യൂം ടീം, പിന്നെ മേക്കപ്പ് ടീം. ബിക്കോസ് നമ്മൾ ആ കോസ്റ്റ്യൂം ഇമ്മീഡിയറ്റ്ലി ഇടുമ്പോൾ മേക്കപ്പ് ഒട്ടും മേക്കപ്പ് ഇല്ലായിരുന്നു നമുക്ക് ഷൂട്ടിന്. എന്തെങ്കിലും പോലും ഡൾ ആക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ആ ട്രാൻസ്ഫോർമേഷൻ, ആ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് യു നോ യു ആർ നോട്ട് റേച്ചൽ എനിമോർ. ഇപ്പം അഞ്ജൻ ആ ക്യാരക്ടറിലേക്കാണ് നമ്മളിപ്പം കിടന്നു പോകുന്നത്. സോ ആ ട്രാൻസ്ഫോർമേഷൻ വാസ് ഈസി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനു മുമ്പ് കാവലും ഐ ഡിഡ് നാട്ടുമ്പുറത്ത് ജനിച്ചു എന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ ചെയ്തത്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് ചാലഞ്ചിങ് ഫോർ മീ. ബിക്കോസ് ഞാൻ ഇങ്ങനെയല്ലല്ലോ സാധാരണ ഡ്രസ് ചെയ്യുന്നത് ഓർ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ പെൺകുട്ടികൾ എസ്പെഷ്യലി എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഐ തിങ്ക് എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പിന്നെ സാർക്ക് ബൈജു സാറിന് ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അഞ്ജന എങ്ങനെയാ സംസാരിക്കാൻ പോകുന്നത്, വാട്ട് ഈസ് ഹർ മാനറിസം. അങ്ങനെ അത്രയും ഗൈഡൻസ് ഉണ്ടാവുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് നമ്മൾ ജസ്റ്റ് ഡയറക്ടറിന്റെ ഇൻസ്ട്രക്ഷൻസ്
കേട്ട് ചെയ്താൽ മതി. വാട്ട് ഐ ഫീൽ. അതെ, അവർക്ക് അതൊരു ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. Exactly. ഇങ്ങനെ So, എല്ലാ നമ്മൾ follow ചെയ്താൽ മതി. ഫോളോ ചെയ്താൽ മതി. അത് അലൻസിയറേട്ടാ, ശരിക്കും കൂടോത്രം അങ്ങനെ എന്തെങ്കിലും അതിലെന്തെങ്കിലും വിശ്വാസം ഉണ്ടോ അലൻസിയറേട്ടൻ? ഞാൻ ഈ അപ്പനില് ശവം കിടക്കുമ്പോ ഇയാള് മരിക്കുന്നില്ല. അപ്പോ ഒരാളെ മക്കളോട് കൊണ്ടുവരിക കൂടോത്രം ചെയ്യാൻ, ഇയാളെ കൊല്ലാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ്, എടോ ഞാൻ തന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, പിന്നെ എങ്ങനെയാണോ കൂടോത്രം കൊണ്ട് ഫലം ഉണ്ടാകുന്നത്? ഈ പഴയ നിയമത്തില് ആദത്തെ സൃഷ്ടിച്ചു കളിമണ്ണ് കൊണ്ട് ദൈവം. അപ്പോ ആദം ഏകനായിരിക്കാൻ കണ്ടിട്ട് സങ്കടം തോന്നിയിട്ട് അദ്ദേഹത്തെ ഉറക്കി കിടത്തിയിട്ട് പ്ലാപ്പുറത്തുനിന്ന് ഒരു എല്ലെടുത്തിട്ട് ഹവ്വ ഉണ്ടാക്കി. അന്ന് തുടങ്ങിയ കൂടോത്രം. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇത് നാളെ നിങ്ങൾക്ക് കോൺട്രവേഴ്സി ആക്കാം. സ്ത്രീവിരുദ്ധത അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹവ്വയെ ആക്ഷേപിച്ചു. സത്യല്ലേ? എന്തിനാണ് സാത്താനെ സൃഷ്ടിച്ചത്? ആരാ സാത്താനെ സൃഷ്ടിച്ചത്? ദൈവത്തെ സൃഷ്ടിച്ച ആരാ? സാത്താനെ സൃഷ്ടിച്ചിട്ട് പിന്നെ പാവം ആദ്യത്തെ ഹവ്വയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സാത്താനാണ് കൂടോത്രം. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന സാധനം നിലവിലുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ക്രൈസ്റ്റ് ഉണ്ടോ, ആന്റി ക്രൈസ്റ്റ് ഉണ്ടോ? ഏതിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതാണ് ഈ കൂടോത്രം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അലൻസിയറിന്റെ ഒരു ഇതില് അതാണ് ചേട്ടൻ പറയുന്നത് അല്ലേ? അതുപോലെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അങ്ങനെ വിശ്വാസം ഉണ്ടോ? ഇപ്പൊ പണ്ട് തൊട്ട് പല ആളുകളും പറയും ഒരാളെ നശിപ്പിക്കാൻ അങ്ങനെ ചെയ്യാം, കുറച്ച് കൂടോത്രം ചെയ്യാം, മുട്ടയിൽ ചെയ്യാം. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പല മലയാള സിനിമകളിലൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക്? അല്ല, ഇപ്പൊ അടുത്ത കാലത്ത് ഒരുപാട് എങ്ങനത്തെ ഇതെല്ലാം വന്നോണ്ടിരിക്കുന്നുണ്ട്. റീൽസിലാണെങ്കിലും നമ്മൾ കണ്ടിരിക്കുന്നുണ്ട് കുറെ. അത് കൂടോത്രം മാറി, വീട് മാറി കയറി പോലീസ് അറസ്റ്റ് ചെയ്തു, അങ്ങനെ കുറെ വരുന്നുണ്ട്. പക്ഷെ ഇത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു പരിപാടികളാണ്. ഈ അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ഈ ഒരു യുഗത്തിലും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ കൂടോത്രം ഉണ്ടോന്ന് ചോദിച്ചാൽ അത് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ഇതൊരു കൂടോത്രം മാത്രമല്ല, അത് പടത്തിനകത്ത് അതിൽ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് പടം പോകും. പക്ഷെ ആ പോസ്റ്റർ കാണുന്ന സമയത്തെ നമുക്കൊരു ഒരു മിസ്റ്ററി മനസ്സിലാവുന്നുണ്ട് പല കാര്യം. ഇപ്പൊ ഒരു ഹൊറർ ആണോ, അതിൽ ആ മുട്ട കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതുപോലെ കൂടോത്രമാണോ. അപ്പൊ ഏത് തരത്തിലാണ് ഇതിന്റെ ഒരു ഫോർമേഷൻ വരുന്നത്? അല്ല, ഇതിനകത്ത് ആ ഒരു ഇപ്പോ തോന്നിയില്ലേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ഇത്, മിത്താണോ ഹൊറർ ആണോ? അത് തന്നെയാണ് ഈ സിനിമ. കാര്യം അത് ഒരു ഓഡിയൻസിലൊക്കെ ഉള്ളത്, അതിന്റെ ഒരു ഉത്തരവാണ് ഫെബ്രുവരി 12 ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു ഉത്തരം അതാണ്. അതില് ദിയ ചെയ്ത ക്യാരക്ടർ അതുപോലെ ഒരു കുട്ടികളെയൊക്കെ കാണിക്കുന്നുണ്ട്. 2 ട്വിൻസ് കുട്ടികളാണ്. അത് നെടുങ്കണ്ടത്തുള്ള 2 കുട്ടികളാണ്. അവരും ഇതിനകത്തൊരു ലീഡ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുകയാണ്. ഞാൻ ഒരുപാട് കുട്ടികളെ ട്വിൻസിന് ഓഡീഷൻ ചെയ്തു. പക്ഷെ എനിക്ക് നിർബന്ധമായിട്ടും ഇടുക്കി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ലാങ് ഉണ്ട്, അവർ നടക്കുന്ന ഒരു പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് അത് അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. കറക്റ്റ് ആ കുട്ടികളെ കിട്ടി, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ കുട്ടികൾ. പിന്നെ ഇതിനകത്ത് വേറെ ഒരു ഞങ്ങളുടെ ഫാമിലി ഒരു മോനുണ്ട്, സിദ്ധു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ എല്ലാവരും ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും അത് കറക്റ്റായിട്ട് തന്നു എന്നുള്ളതാണ്.